ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ല അസലൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടുപ്പിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിടിലൻ ഡിഫറെൻറ്റ് ചിക്കനാണ്. നമ്മൾ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കില്ലേ, അതെങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വേഗം കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കിലോ ചിക്കന് ഒരു 250 ഗ്രാം ചുവന്നുള്ളി, കൊച്ചുള്ളി ഉണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ അളവും കുറച്ച് കൂട്ടാം. പിന്നെ വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 2 പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീരാണ്, ഒരു വലിയ നാരങ്ങ മുഴുവനായിട്ട് അതിൻ്റെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. അപ്പോൾ എരി കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് മുളക് പൊടിയുടെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് വേണ്ടുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലനാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണിത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടുന്നത് 1 സ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ്. അപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുത്തത് കൂടാതെ തന്നെ 1 സ്പൂൺ പെരുംജീരകം സ്പെഷ്യലായിട്ടും കൂടി നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നമുക്കറിയാമല്ലോ, നമ്മുടെ പാകത്തിന് എത്രയാണെന്ന് വെച്ചാൽ അതുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയാണിതിലേക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയിൽ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിൻ്റെ പാലരിച്ചെടുത്തതാണിത്. പിന്നെ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണം. നല്ല സൂപ്പറാണ് ഇത്. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ചിക്കൻ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ എന്തായാലും മിക്സ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ചേക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, അല്ലാണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഒന്ന് വെച്ചിരുന്നാൽ മതി. 1/2 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 1 മണിക്കൂർ വെച്ചിരുന്നാലും അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സമയക്കുറവുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. ഇനി ഞാനൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രാമ്പൂ, 2-3-4 ഗ്രാമ്പൂ, ഒരു ഏലക്ക, പട്ട, തക്കോലം ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇതൊന്നും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏലക്കായും 2 ഗ്രാമ്പൂ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇനി ഒരു സവാളയാണ്, ഒരു സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തതാണിത്. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അല്ല വേണ്ടുന്നത്. നമ്മൾ ബിരിയാണിയിലൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കത്തില്ലേ, ആ ഒരു നല്ല ഫ്രൈ ആയി വരണം. ആ ഒരു കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിക്കണം. 3 മിനിറ്റ് മാത്രം. അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഇളക്കിയില്ലെങ്കിലും പെട്ടെന്ന് അടിക്ക് പിടിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. അപ്പോൾ ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ മാത്രം ഇട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ആ ചിക്കൻ്റെ മസാല എല്ലാം കൂടി ഇരുന്ന് ആ ഒരു പാത്രത്തിൽ തന്നെ ഉള്ള വെള്ളമാണ് എടുത്ത് ഒഴിച്ചത്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ലോ ഫ്ലെയിമിലല്ല, നേരത്തെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ വെക്കാൻ പാടില്ല. ഇനി ഒരു ലോയിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ചിക്കൻ വേവാൻ അരമണിക്കൂർ ആവശ്യമില്ല എങ്കിൽ കൂടി എത്രത്തോളം വേവുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട്, നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചിക്കൻ വരട്ടിയതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും, അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ല ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, അതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഈസി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു ഉഷാറുണ്ടാവത്തുള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.